നമുക്കിന്നേ നല്ലൊരു അടിപൊളി സ്പൈസി പെപ്പർ ചിക്കൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് ഹോൾ സ്പൈസസ് ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ എരിവിനനുസരിച്ച് മുഴുവനോട് കൂടിയുള്ള കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മുഴുവനോട് കൂടിയിട്ടുള്ള മല്ലി. ഇതുപോലെ ഹോൾ സ്പൈസസ് ചേർത്തിട്ട് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില ഇപ്പോൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എരിവിനനുസരിച്ച് ഉണക്കമുളകല്ല നമ്മളിതിൽ മെയിനായിട്ട് കുരുമുളക് തന്നെയാണ് ചേർക്കുക. ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഉണക്കമുളക് ചേർക്കുന്നത്. പിന്നെ ഒരു 2 ഏലക്കായ, അതുപോലെ ഒരു കഷ്ണം കറുകപ്പട്ടയും കൂടെ ചേർത്തിട്ട് നമുക്കെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് റോസ്റ്റ് ആയതിനു ശേഷം നമുക്ക് തണക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ആ സെയിം പാനിലേക്ക് തന്നെ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പെരിഞ്ജീരകം, ഉണക്കമുളക്, കറുകപ്പട്ട, ഏലക്കായ, കാഷ്നട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് മുറിച്ചത് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോൾ സവോള മുറിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവോള അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഒരു ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഞാൻ വഴറ്റിയെടുക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഹോൾ സ്പൈസസ് ഒക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറിയ തരികളോടുകൂടെ ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. സവോള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. കണ്ടോ, ഈ ഒരു രീതിയിൽ സവോള വഴന്ന് വന്നിട്ടുണ്ട്. ഇത് മതി. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പച്ചമണം മാറി വരണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് കഴുകിയതിന് ശേഷം വൃത്തിയാക്കി ചിക്കൻ ചേർക്കുക. ചെറിയ കഷ്ണങ്ങളോട് കൂടിയുള്ള ചിക്കനായിരിക്കും ഈ ഒരു റെസിപ്പിക്ക് എപ്പോഴും നന്നായിട്ട് തന്നെ വരിക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ളൊരു ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഡ്രൈ റോസ്റ്റ് അല്ലെങ്കിൽ ഡ്രൈ ഫ്രൈ ആക്കിയിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് കേട്ടോ. ഈ ഒരു മസാലയുടെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടച്ച് വെച്ച് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ചിക്കൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലെ ഒന്ന് വെള്ളം പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുക. വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് വീണ്ടും അടച്ച് വയ്ക്കാം കേട്ടോ. ചിക്കനൊന്നൊരു 1/4 ഭാഗത്തോളം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട്. ഇതുപോലെ വെള്ളമുള്ളൊരു സമയത്ത് തന്നെ ഇതിലേക്ക് നമുക്ക് ഈ ഒരു മസാല പൗഡർ മുഴുവനായിട്ട് തന്നെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അടച്ച് വെച്ച് വീണ്ടും കുറഞ്ഞ തീയിൽ വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാം. തുറന്ന് നോക്കാം. നല്ല അടിപൊളി പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ തന്നെയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് കോമ്പിനേഷൻസിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാവുന്നത് തന്നെയുള്ളൂ കേട്ടോ.